നോബായിട്ട് ഫുൾ പവറിലാട്ടോ. പാ നമുക്ക് പിപ്പണി പാം ബും ബും പാം പാ അവൻ റെഡി അവൻ റെഡി. എന്റെ ബാഗൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. എല്ലാം എടുക്കുക പുള്ളി. പാം ബാഗ് എടുത്ത് പാം. ഇവ റെഡിയാണോ പോവാൻ? സാധനങ്ങളെല്ലാം സെറ്റാക്കി. നമ്മൾ ഉദ്ദേശിച്ച ഇത് കിട്ടിയില്ല, നമ്മുടെ ലഗേജ് കവർ ലഗേജ് ബോക്സ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ലഗേജ് എല്ലാം അതിനകത്ത് തന്നെ സെറ്റാക്കിയിട്ട് അതിനകത്ത് തന്നെ ഒതുക്കി എല്ലാം സെറ്റാക്കി പിള്ളേർക്ക് ഇത് എബിൻ ഭായ് ഇവിടെ പറയാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ വീട്ടിൽ വന്നു. മിതു റെഡി നോർബൈറ്റും സെറ്റായി. അവൻ്റെ സീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അവൻ നടുക്കിരുത്തി. ടാറ്റാണോ പിന്നെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ജേർണി തുടങ്ങാൻ പോവാ. കോയമ്പത്തൂരിൽ നിന്ന് ഇനിയിപ്പം നമ്മൾ എവിടെയാണ് പോയി നിൽക്കണം നമുക്ക് അറിയത്തില്ല, കാരണം പ്ലാൻ ചെയ്തിട്ടില്ല. ഉച്ച 3 മണിയായിപ്പം. ഇനിയിപ്പം ഒന്നെങ്കിൽ നെല്ലൂർ അല്ലെങ്കിൽ തിരുപ്പതി പോയി നിൽക്കും. അവിടെ ഹോൾട്ട് അടിച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നെ നാളെ രാവിലെ പിന്നെ അടുത്ത ജേർണി. പിള്ളേരെല്ലാം സെറ്റാക്കി. ഇവയുടെ സീറ്റ് ഇത് നോർബൈറ്റിൻ്റെ സീറ്റ് ഇത്. അതിനപ്പുറത്ത് ഓസ്റ്റിൻ, പിന്നെ അമ്മ മുമ്പിൽ. ഹലോ ബേച്ചേ, ടാറ്റയാണോ? ടാറ്റാ. ജോൺസി ഇതേ കൊച്ചിനെ കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ജോൺസി കൊച്ചിനെ കൊണ്ട്. കൊച്ചിൻ്റെ അപ്പൻ്റെ പുള്ളി ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ 3 മണിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇടയ്ക്ക് നമ്മളെ കാണാൻ വേണ്ടി വന്ന വിട പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതെല്ലാം സെറ്റ്. മിതുവും സെറ്റായി. മിതു എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇന്നലെ ആക്ച്വലി എന്നാ പറ്റിയതാണ്, ഇന്നലെ നമുക്ക് ലഗേജ് ബോക്സ് നമുക്ക് കിട്ടിയില്ല. കോയമ്പത്തൂർ ലഗേജ് ബോക്സിലെ റൂഫ് റെയിൽസ് മാത്രമേ ഉള്ളൂ. റൂഫ് റെയിൽസ് വെച്ചിട്ട് എനിക്ക് കാര്യമില്ല, കാരണം എനിക്ക് സേഫായിട്ട് വെക്കാൻ വേണ്ടി ലഗേജ് ബോക്സ് ആയിരുന്നു ആവശ്യമുള്ളത്. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണമെന്ന് വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാനേ. കാരണം ഇന്നലെ നമ്മൾ ഗോപ്ര മേടിച്ചു. വേറെ കാര്യം പറഞ്ഞു, നമ്മൾ ഗോപ്രയിലായിട്ടോ എടുക്കണേ ഗോപ്രയിലാണ് വീഡിയോ എടുക്കണത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാവും ആർക്കറിയാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഡിസ്റ്റിൽ വാട്ടർ ഓക്കെ കാണിച്ചേ. ഇതെല്ലാം ഓക്കെയാണ്. ഡിസ്റ്റിൽ വാട്ടറൊക്കെ സെറ്റാ. ബാക്കിയൊന്നും നോക്കാനില്ല. ക്ലച്ച് ഓയിലും ബ്രേക്ക് ഓയിലും എല്ലാം ഓക്കെയാണ്. അതെന്താ ഈ സാധനങ്ങളോ താഴേക്ക് വെക്കട്ടെ. ബൈ ബൈ. അവന് ക്യാമറ കണ്ട അവന്റെ എല്ലാം ബോഡി പാർട്സ് എടുക്കും. അവന്റെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിടിക്കണോ? ഞങ്ങള് പിന്നെ ചെയ്യാമോ? ഓക്കെടാ, ബൈ ബൈ. കൊച്ചു കരച്ചിലായതുകൊണ്ട് ഇപ്പം മിതു കൊച്ചിനെ പിടിച്ചേക്കുക. ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് ഉറയും കഴിയുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ബാക്കിലേക്ക് മാറ്റാം. ഇന്ന് ഞാനൊരു കമൻറ്റ് വായിച്ചായിരുന്നേ, പിള്ളേരെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാവി കാരണം ആരും ഇരിക്കണില്ല. നമ്മളിതാ ഇപ്പം എബിൻ്റെ വീടൊക്കെ വിട്ട് ഹൈവേ പൊള്ളാച്ചി കോയമ്പത്തൂർ ഹൈവേയിലേക്ക് കയറി. അവിടുന്ന് പിന്നെ LNT റൂട്ടിലേക്ക് കയറണം. LNT റൂട്ടിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് പിടിച്ച് നമ്മളിനി റൈറ്റ് പിടിച്ച് നമ്മളിനി പോകണം ടുവേർഡ്സ് തിരുപ്പതി. പിന്നെ എത്ര പേരെ ഓടും നമുക്കറിയത്തില്ല. വൈകുന്നേരം രാത്രി 8 മണി 7 മണിയാകുമ്പോൾ നമ്മൾ നിർത്തും. വേറൊരു സംഭവം ഞാൻ പറയട്ടെ, നമ്മൾ ബാക്കിൽ ഇത് കണ്ടോ, ബാക്കിൽ ഫുൾ കവേർഡ് അല്ലേ. അപ്പം ഫുൾ കവേർഡ് ആയാൽ പോലും നമുക്ക് നമ്മുടെ റിയർ വ്യൂ മിറർ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ റിയർ വ്യൂ മിറർ.
അപ്പോൾ അതില്ലേ പോലും നമുക്ക് കാണാൻ നമ്മുടെ റിയർ വ്യൂ മിറർ വർക്ക് ചെയ്തില്ലേ പോലും നമ്മുടെ ക്യാമറ പുറകിലുണ്ട്. അപ്പോൾ ആ ക്യാമറ കൂടെ നമുക്ക് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഫ്രണ്ടും ബാക്കും ക്യാമറ പിടിപ്പിക്കുന്നതിന് ഗുണം. ബൈ ചാൻസ് നമ്മുടെ റിയർ വ്യൂ മിറർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ കൂടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. നോർബേട്ട് മിതുയുടെ കയ്യിലിരിക്കണു. പിന്നെ ഇതേ ഓസ്റ്റിൻ കുട്ടൻ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മെടുക്കാനായിട്ട് അവനെ ഇരിക്കണു. ഇവക്കുട്ടി ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ആ എനിക്കറിയാം സീറ്റ് ബെൽറ്റ് ഇടുന്ന ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പിള്ളേർ കരച്ചിലും പിടിച്ചിലും കണ്ടു കഴിയുമ്പോൾ നമ്മൾ അത് മറന്നു കളയും. പക്ഷെ അത് മറക്കണ്ട. അത് പിള്ളേർ എന്തിനു കരഞ്ഞാലും നമ്മളത് സീറ്റ് ബെൽറ്റ് എപ്പോഴും ഇട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. ഇവനെ രക്ഷയില്ല. ഇവന് കരച്ചിലായതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചെറുപ്പം മുതലേ ഇരിക്കാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷമം. കുറച്ച് നേരം ഇരിക്കും, പക്ഷെ പിന്നെ കരയും, അമ്മയുടെ അടുത്ത് പോകണം. വേറെ കാര്യമുണ്ട്, നമ്മൾ എയർ ബാഗ് നമുക്കുള്ളത് കൊണ്ട് അത്രയും റിസ്ക് ഇല്ല. എയർ ബാഗ് ഇല്ലാത്ത വണ്ടിക്കാണ് കുറേ റിസ്ക്. അങ്ങനെ ട്രാഫിക് ലൈറ്റ് ആയതുകൊണ്ട് ഞാനും സ്റ്റോപ്പ് ചെയ്തു, എബിനും സ്റ്റോപ്പ് ചെയ്തു. ഹാപ്പി ജേർണി. താങ്ക് യു. ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ വരെ കുഴപ്പമില്ല. നമ്മുടെ കുതിരാൻമല പിന്നെ പട്ടിക്കാട് എന്ന സ്ഥലമുണ്ട് കേരളത്തിൽ. ആ കുറച്ച് 2-3 സ്ഥലമാണ് മോശമായിട്ട് കിടക്കുന്നത്. ബാക്കി നമ്മുടെ കേരളത്തിലെ വഴി ഈ തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. കോയമ്പത്തൂരിനകത്ത് നമുക്ക് കോയമ്പത്തൂരിന് ബൈപ്പാസ് ഉണ്ട്, LNT ബൈപ്പാസ് എന്ന് പറയുന്ന ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസ് എപ്പോഴും ഇതുപോലെ തന്നെയാണ്, സിംഗിൾ വേ ആണ്. നല്ല തിരക്ക് അപ്പുറത്തും ഇപ്പുറത്തും. ഒരു വണ്ടിക്ക് വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. ഇത് എബിൻ പറഞ്ഞത് ഇവിടെ ഭാവിയിൽ പിന്നെ ബൈപ്പാസ് വരാൻ പോവുക, അതുകൊണ്ടാണ് ഇവർ ഇതിനെ ഡെവലപ്പ് ചെയ്യാത്തത്. വേറെ ബൈപ്പാസ് അവർ ഉണ്ടാക്കണമെന്നാണോ അതേ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ വേറെ സംഭവമുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇവർ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യമാണ് ഒരു 4 ലൈൻ ഹൈവേ ആവശ്യമാണ്. ഇവിടെ 4 ലൈൻ അല്ല, ഇവിടെ ആക്ച്വലി എക്സ്പ്രസ് വേ ആണ് ആവശ്യം. നമ്മുടെ കോയമ്പത്തൂർ സിറ്റിയുടെ പുറത്തുനിന്ന് സ്ഥലത്തേക്കും പിന്നെ ഈ റോഡിലേക്ക് പോണ വഴി നല്ല എക്സ്പ്രസ് വേ ആണ്, 6 ലൈൻ എക്സ്പ്രസ് വേ ആണ്. നല്ല അടിപൊളി വഴിയാണ് ഇത്. പക്ഷേ ഇത് മാത്രം ഇങ്ങനെ സിംഗിൾ വേ ആയിട്ട് കിടക്കുക. ഈ വായിക്ക് ഇപ്പൊ ഓരോരോ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംഭവങ്ങളെന്ന് മനസ്സിലായോ? ബ്രെഡും പിന്നെ അതിന് മുമ്പ് വേറെ ചോദിച്ചായിരുന്നല്ലോ, സാസ്. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്ന? ഇവിടെ നീ പീനട്ട് ബട്ടർ തപ്പണം. നീ മുമ്പിൽ പോയിട്ട് നമുക്ക് വണ്ടി നിർത്തി തപ്പാം കേട്ടോ. തുമ്പിയല്ല, മുമ്പിൽ നീയും കളിയാക്കുവാണോ? ഇവരുടെ അപ്പായി ഒറീസയിൽ വളർന്നോണ്ട് അപ്പായിക്ക് എന്തായാലും മിസ്റ്റേക്ക് പറ്റിയ, പ്രത്യേകിച്ച് ഓസ്റ്റിൻ ഭയങ്കര കളിയാക്കാം അപ്പായിന്. മാത്രല്ല കേട്ടോ, നമ്മൾ ടോൾ ഗേറ്റിലാട്ടോ. തുറക്ക ചേട്ടാ. ചേച്ചിയാണോ? ഇതെന്നാ ശരിയാവോ? തുറന്നു. ഫാസ്റ്റായി കൊണ്ടേലും ഇങ്ങനെയാണോ? ചിലപ്പോ റീഡ് ചെയ്യില്ലെന്ന്, അതുകൊണ്ടാ ചിലപ്പോ റീഡ് ചെയ്യാത്തതുകൊണ്ടാ പ്രശ്നം ഉണ്ടാണ്. അയ്യോ, ചിരിച്ചിരിച്ചെന്റെ കണ്ണു നിറഞ്ഞു. എന്താ
ആ ദാണ്ടാ ചേച്ചി വരണ്ട്. ഈ ചേച്ചി വരണ്ടേ, ഇത് നിങ്ങളെ പിടിക്കും കേട്ടോ. ആ ഈ ചേച്ചി നിങ്ങളെ പിടിക്കും. നമ്മള് ഇന്നത്തെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് കൂടിയില്ലായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇവിടെ ജോച്ചായൻ മൊബൈലിൽ വെച്ച് തന്നിരിക്കുകയാണ്. സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് EVSന്റെ ക്ലാസ്സാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഓസ്റ്റിന് ഈവായും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിന്റെ കാര്യം കേട്ടല്ലോ. ആക്ച്വലി ഞാൻ ഇവിടുന്ന് സെപ്റ്റംബറിൽ ഒറീസയ്ക്ക് പോയപ്പോൾ ഞാൻ അന്ന് പ്ലാൻ ചെയ്തായിരുന്നു അടുത്ത പ്രാവശ്യം വണ്ടി കൊണ്ട് വന്നിട്ട് ഇവരെ കൊണ്ടുപോകണമെന്ന്. കാരണം സ്കൂളില്ല, എല്ലാം പഠിക്കണതെല്ലാം ഓൺലൈനുമാണ്. അന്നേരം പിന്നെ ഇവർ വീട്ടിൽ നിന്നാലും ഫോറിനിലായാലും ഒറീസയിലായാലും എവിടെ പോലും ഇവർക്ക് ക്ലാസ് കൂടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, വണ്ടിക്കകത്തിരുന്നാണ് ഇവരുടെ ക്ലാസ്. എന്നാ കുഴപ്പമില്ല, നമ്മൾ യാത്ര ചെയ്യണം, ഇവരുടെ ക്ലാസ് നടക്കണം. പിള്ളേരുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്. എന്താ ഇഷ്ടമാണോ? നല്ലതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാ. പക്ഷെ നമ്മൾ എപ്പോഴും സേഫ്റ്റി ആയിട്ട് മാസ്ക് ഇട്ട് കൈ കഴുകി വേണം നടക്കാൻ വേണ്ടി കേട്ടോ. ഹുസ്നെ, നല്ലതും ഉണ്ട് മോശവും ഉണ്ട്. അത് എക്സിയുടെ കാര്യമല്ല, കൊറോണയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്ലാസ് മിസ്സാവില്ല, പിള്ളേർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോംവർക്ക് എവിടെയെങ്കിലും നിർത്തി ചെയ്യിപ്പിക്കണം അല്ലേ? അത് ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചെയ്താൽ പോരെ? നമ്മളിന്ന് എവിടെയാണ് ഹോൾട്ട് ചെയ്യണം, അവിടെ നിർത്തി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ രാവിലെ ഉണ്ടെങ്കിൽ ചെയ്താൽ കുഴപ്പമില്ല. നമ്മളിപ്പം സേലം ഈറോഡ് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. ഇതാണ് ഞാൻ പറഞ്ഞ LNT റോഡും ഈ റോഡും തമ്മിലുള്ള വ്യത്യാസം. നല്ല അടിപൊളി റോഡല്ലേ ഇത്? നല്ല അടിപൊളി റോഡല്ലേ? അപ്പം ഈ റോഡിൽ കൂടെ ഈ റോഡിലാണ് ഇങ്ങനത്തെ വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ കുഴപ്പമില്ല. വണ്ടി നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും. എല്ലാവരും അവരവരുടെ റൂൾസ് റെഗുലേഷൻസ് പാലിച്ച് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താം. ഇതെല്ലാം നല്ല അടിപൊളി മഴയെന്നറിയാമോ? സൂപ്പർ മഴ. നല്ല അടിപൊളി മഴ. വേണ്ട എനിക്ക് ചായ കുടിക്കാൻ തോന്നുവാ. ഇതോ ചായ ഇനിയിപ്പോ വീട്ടിലെ പോലെ പറയാൻ പറ്റില്ല. ചായ എടുക്കടി, നിങ്ങൾക്ക് ചായ ഒന്ന് എടുത്ത് തരാവോ എന്നൊക്കെ ചോദിക്കാൻ പറ്റില്ല. കാരണം വണ്ടിയിലല്ലേ, ഇനി നമ്മൾ വേണ്ട മേടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇവ കണ്ടോ? അത് പോയി. എന്താ പറയാ, വണ്ടി ഒരു XUV ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ സൈഡിൽ കാനയില്ലേ, കാനയുടെ അകത്തൂടെ കയറിയിട്ട് അപ്പുറത്ത് റോഡിൽ ചെന്ന് ചാടി. നല്ല മഴ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അപ്പൊ ഇതിന്റെ ക്യാമറ ഓഫ് ആയില്ല, അതിന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എവിടെ നിർത്തണം? ചായ കുടിക്കണ്ടേ? ലക്ഷ്മി പക്ഷെ എനിക്ക് ദോശയും വേണം. ഒരു പാക്കറ്റ് നിറച്ച് ചിപ്സ് എന്തിയത്? ഞാനല്ല, നിങ്ങളും കൂടെ, എല്ലാരും കൂടെ നിങ്ങൾ പറയാനാ തീർത്തത്? XUV ചേട്ടനാണോ ചേച്ചിയാണോ? ഞങ്ങൾ അയ്യോ ഈവ അല്ല ആരും ഈവ എന്ന് പറയരുത് കേട്ടോ. ഈവ കുട്ടിയല്ല. ചേച്ചിക്ക് എന്നാ പറ്റിയത്? ആരാ കളിയാക്കണ? ആരാ ഇവ കുട്ടീനെ കളിയാക്കുന്ന? ഓസ്റ്റിനാണോ? ഇവ കുട്ടി ആരും കളിയാക്കരുത്. ഇവ കുട്ടി മിടിക്കാട്ടോ. ഏയ് നോ വഴക്കുണ്ടാക്കല്ലേ.
ഇതാണ് ഹൈവേ. ഹൈവേയിലെ സ്ഥിതി കണ്ടോ, വെള്ളം കണ്ടോ. ശിവചേട്ടൻ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാട്ടോ. നമ്മൾ ഏതോ സേലം കുമാരപാലയം ടോൾ ഗേറ്റിൻ്റെ അടുത്താണ്. നല്ല അടിപൊളി കാപ്പി ഒരെണ്ണം കിട്ടി. സ്ട്രോങ് കാപ്പി കേട്ടോ. മിഥുന് ചായ മതി. അയ്യോ മിഥുന് ചായ എന്നാ പറ്റിയേ? നീ ഇല്ല, ഇത്ര ഉള്ളു, അത്ര കുടിച്ചാൽ മതി. ഇതിനകത്ത് എന്തോ ഒരു മിക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഭയങ്കര ടേസ്റ്റാ. ബൂസ്റ്റ് ഒന്നുമില്ല, നല്ല ചായ. ഈ അന്തരീക്ഷത്തിന്, ഈ ക്ലൈമറ്റിനെ പറ്റിയ ചായ ഇത്. ഈ ക്ലൈമറ്റ് സത്യമായിട്ട് പറയാലോ പറ്റിയ ചായ ഇത്. ഇത് കാപ്പി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സമയം രാവിലെ 6 മണിയായി. നമ്മളിപ്പം വെല്ലൂരാണ്. വെല്ലൂർ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ 10:30 അങ്ങാണ്ടായി വെല്ലൂർ എത്തിയപ്പോഴത്തേനും. കാരണം ഭയങ്കര മഴയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി. നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നറിയാമോ? ആക്ച്വലി നമുക്ക് പിള്ളേർക്കാണ് പറ്റിയ ഇച്ചിരി ബുദ്ധിമുട്ട്. കാരണം കുഞ്ഞവന് കുഴപ്പമില്ലായിരുന്നു, ഓസ്റ്റിനായിരുന്നു ഇച്ചിരി പ്രശ്നം. കാരണം അവന് ഈ ദൂരയാത്ര ചെയ്യാത്തതുകൊണ്ട് അവന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതങ്ങനെ നിർത്തിയാണ് ഞങ്ങൾ വന്നത്. അത് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ വെല്ലൂരിൻ്റെ എടുത്തേക്കണ ഹോട്ടലിൻ്റെ ഒരു വ്യൂ. വെല്ലൂർ സിറ്റിക്ക് തൊട്ട് മുമ്പാണ്. ഇതാ എക്സ്യുടെ സൈഡിൽ BMW 7 സീരീസ് കിടപ്പുണ്ട്. നീളമെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷേ നീളം കൂടുതൽ എൻ്റെ വണ്ടിക്കാന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും ഇനി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡ് വിടുക ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ കോയമ്പത്തൂർ മുതലുള്ള കോയമ്പത്തൂർ ടു വെല്ലൂർ വരെയുള്ള വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോയുടെ നമ്മൾ വന്ന് ജേർണി ചെയ്ത ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഫാമിലി ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ ഈ പറഞ്ഞ റൂട്ട് നോക്കി വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും വരാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.